ബ്രാഹ്മണനും ആടും. ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ അയൽ ഗ്രാമത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ ഗ്രാമവാസികൾ വളരെ ദയാശീലരാ. ഇത്രയും കൊടുത്തടിച്ചൊരു ആടിനെ ബലിയർപ്പിക്കാനായി നമുക്ക് തന്നല്ലോ. അപ്പോൾ 3 വിശന്ന് വലഞ്ഞ കള്ളന്മാർ അയാളെ കണ്ടു. എന്തൊരു കൊഴുത്തു തടിച്ച ആടാണെന്ന് കണ്ടോ? ഇതിന്നത്തെ അത്താഴത്തിന് കൊള്ള. ഇതിനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അതിനീ പറയുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോ ഒരാശയം കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കള്ളൻ ബ്രാഹ്മണനെ സമീപിച്ചു. അല്ലയോ ബ്രാഹ്മണ, നിങ്ങൾ ഒരു പട്ടിയെ തോളിൽ കയറ്റി നടക്കുന്നത് കൊണ്ട് വിശുദ്ധി നഷ്ടപ്പെടില്ലേ? എടോ മണ്ട, തനിക്ക് പട്ടി ആടും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലേ? വേണ്ട വേണ്ട, ദേഷ്യപ്പെടുമൊന്നും വേണ്ട. നിങ്ങൾ വേണമെങ്കിൽ പട്ടിയെ തോളിൽ കയറ്റി കൊണ്ടുപോയിക്കോ. ഔ, നമുക്ക് തെറ്റുപറ്റിയതാണോ? അല്ല അല്ല, ഒരു സംശയവും വേണ്ട, ഇതൊരാട് തന്നെയാ. കുറച്ചു ദൂരം നടന്നപ്പോൾ രണ്ടാമത്തെ കള്ളൻ ബ്രാഹ്മണനെ സമീപിച്ചു. നിങ്ങൾക്ക് പശുവിനെ ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞ് ചത്ത പശുവിനെ തോളി കയറ്റിക്കൊണ്ട് നടക്കണോ? നിങ്ങളൊരു ബ്രാഹ്മണനാണെന്നുള്ള കാര്യം മറന്നോ? എന്തായാലും ഇതൊരു ബ്രാഹ്മണന് ചേർന്നതല്ല. തനിക്ക് എന്താടോ കണ്ണ് കണ്ടൂടെ? താനെന്താ അന്ധനാണോ? ഇത് ആട് തന്നെയാ, ചത്ത പശുക്കിടാവൊന്നും അല്ല. അയ്യോ, ദേവി ഇത് എന്നോട് ദേഷ്യപ്പെടല്ലേ. ഒരുപക്ഷെ എനിക്ക് തെറ്റുപറ്റിയതായിരിക്കും. കൊണ്ടുവയ്ക്കോ. എന്താ ഈ സംഭവിക്കണത്? നമുക്ക് ഭ്രാന്താണോ അതോ അവന്മാർക്കോ? കുറച്ചു ദൂരം ബ്രാഹ്മണൻ മുൻപോട്ട് നടന്നപ്പോഴേക്കും, അതെ, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഈ കഴുതി അങ്ങ് താഴെയിട്. ആൾക്കാർ ചിരിക്കും കേട്ടോ. ഏയ്, 3 പേർക്കും ഒരുപോലെ തെറ്റ് പറ്റില്ല. ഇതൊരാടല്ല, വേഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂതമായിരിക്കും. ആ ഗ്രാമവാസികൾ നമ്മെ പറ്റിച്ചു എന്ന് തോന്നണല്ലോ ഈശ്വര. ബ്രാഹ്മണൻ ഒരക്ഷരം മിണ്ടിയില്ല. അയാൾ ആ ആടിനെ തോളിൽ നിന്നെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് തന്നാലാവും വിധം വേഗതയിൽ അവിടെ നിന്നോടി. മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് മുൻപ് സ്വയം വിശ്വസിക്കുക. വിഡ്ഢിയായ കൊക്ക്. പണ്ട് ഒരു തടാകത്തിനരികെ ഒരു വയസ്സനായ കൊക്ക് വസിച്ചിരുന്നു. ആ തടാകത്തിന്റെ തീരത്ത് ഒരു വലിയ തെങ്ങുണ്ടായിരുന്നു. തടാകം ഏകദേശം വറ്റാറായപ്പോൾ കൊക്കിന് ജീവിക്കാൻ ആവശ്യമായ മീനുകളെ അതിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൊക്കിന് ആ മരത്തെയും തടാകത്തെയും കുറിച്ചായിരുന്നു ദുഃഖം. ഞാൻ എത്ര ഭാഗ്യവാനാണെന്ന് ഇവിടെ വന്ന് മറ്റു കൊക്കുകളൊക്കെ എന്നെ കണ്ട് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ തടാകം കടന്ന് ഒരു പറ്റം കൊക്കുകൾ പറന്നു പോകുന്നത് അത് കണ്ടു. അവിടെ നിക്ക്. കൊക്കുകളുടെ നേതാവ് ഇതിനെ കണ്ടു. അതാ ആ വയസ്സൻ കൊക്ക് നമ്മളെ വിളിക്കുന്നു. താഴേക്ക് പറഞ്ഞു എന്ന് അതിനെന്താ വേണ്ടതെന്ന് നമുക്ക് ചോദിക്കാം. അവ തടാകക്കരയിൽ എത്തിയപ്പോൾ, നിങ്ങൾ ഇവിടെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ എന്റെ വിരുന്നുകാരാ. നിങ്ങൾക്ക് ഈ തെങ്ങിൽ താമസിക്കാം, എന്നിട്ട് ഈ തടാകത്തിലെ മീനുകളെ ഭക്ഷിക്കുകയും ചെയ്യാം. ഇവൻ നല്ലവനാ, പക്ഷേ മണ്ടനാ. അവൻ നമ്മളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എങ്ങനെ? നമ്മൾ അവന്റെ ക്ഷണം സ്വീകരിച്ചാൽ അവൻ പട്ടിണി കിടന്ന് ചാകും. അങ്ങനെ കൊക്കുകളുടെ നേതാവ് ഈ ക്ഷണം നിരസിച്ചു. ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് വളരെ നന്ദിയുണ്ട്. പക്ഷേ ഞങ്ങളെ നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണം. അതെ, നേതാവ് പറഞ്ഞത് ശരിയാ. ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. ഇവിടെയുള്ള മീനുകൾ നിങ്ങൾക്ക് മാത്രമേ തികയൂ. അതുകൊണ്ട് ഞങ്ങളെ പോകാൻ അനുവദിക്കണം. എന്റെ ക്ഷണം നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. അവർക്കിത് സ്വീകരിക്കുകയല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ശരി, ഞങ്ങൾ നിങ്ങളുടെ അതിഥികളാകാം. അപ്പു വരൂ, നമുക്ക് എന്റെ മരത്തിലേക്ക് പോകാം. അങ്ങനെ എല്ലാ കൊക്കുകളും തെങ്ങിലേക്ക് പറന്നു. വൃദ്ധനായ കൊക്കിന് തന്റെ പ്രവൃത്തിയിൽ അഭിമാനവും ഗർവവും തോന്നി. നിങ്ങൾ സൗകര്യമായി ജീവിച്ചോളൂ. വിശക്കുമ്പോൾ തടാകത്തിൽ നിന്ന് മീനും ഭക്ഷിക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മീനുകൾ ഈ തടാകത്തിലുണ്ട്. കൊക്കിൻ പറ്റം ആ കൊക്കിന്റെ വാക്കുകൾ വിശ്വസിച്ച് മീനുകളെ തിന്നാൻ ആരംഭിച്ചു. ഞാൻ നിന്നേക്കാൾ കൂടുതൽ തിന്നു. പറ്റില്ല, നിനക്കതിന് കഴിയില്ല. ഞാൻ 6 തിന്നു. നിങ്ങൾക്ക് അതിന് പറ്റുമോ? ഇങ്ങനെ പന്തയം വച്ച് അവർ തടാകത്തിലെ മീനുകളെ മുഴുവൻ തിന്നു തീർത്തു.
അയ്യോ ദൈവമേ, ഒരു മീൻ പോലും ഇല്ലല്ലോ. വൈകുന്നേരം ഞാൻ അവർക്ക് തിന്നാൻ എന്താ കൊടുക്ക? ഇവര് പോയി കഴിഞ്ഞാൽ ഞാൻ എന്താ തിന്ന? വയസ്സൻ കൊക്ക് തന്റെ പ്രവൃത്തിയിൽ പശ്ചാത്തപിക്കാൻ തുടങ്ങി. പക്ഷെ വൈകിപ്പോയി. അന്ന് വൈകുന്നേരം കൊക്ക് പറ്റത്തിന്റെ നേതാവ് വന്ന് പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തെ ഭക്ഷണത്തിനൊന്നും മിച്ചമില്ല. നിങ്ങളുടെ സേവനത്തിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം. എന്റെ കൂട്ടുകാരെ പട്ടിണിക്കിടാൻ പറ്റില്ല. അവർ പറന്നു പോയപ്പോൾ ആ തടാകക്കരയിലിരുന്ന് നോക്കിക്കൊണ്ടിരുന്ന വൃദ്ധനായ കൊക്കിനെ കണ്ട് നേതാവിന് സഹതാപം തോന്നി. ആ വയസ്സന് നമ്മോടൊപ്പം പറന്നു വരാനാവില്ല. അവന് നമ്മൾ പറഞ്ഞതനുസരിച്ചാൽ മതിയായിരുന്നു. മണ്ടൻ. ഇനി അധികാലം അവൻ ജീവിച്ചിരിക്കില്ല. കുറെ ദിവസങ്ങൾക്കകം വിശന്ന അവശനായ കൊക്ക് അന്ത്യശ്വാസം വലിച്ചു. തനിക്കുള്ളതെടുത്തിട്ടേ ദാനവും ധർമ്മവും മഠയനായ സന്യാസി മഹാജ്ഞാനിയായ ഗാർഗിയ ഒരിക്കൽ പരമശിവനെ ദർശിക്കാനായി ഘോര തപസ് അനുഷ്ഠിച്ചു. അയാളുടെ ഭക്തിയിൽ പ്രസന്നനായി പരമശിവൻ അയാളുടെ മുന്നിൽ പ്രത്യക്ഷ. അല്ലയോ ശ്രേഷ്ഠനായ ഋഷിവര്യ, താങ്കൾ വരത്തിനർഹനാണ്. ഒരു വരം ചോദിച്ചു കൊള്ളുക. ദേവ, അടിയന് സഞ്ജീവനി വരം തന്നാലും എങ്കിൽ മരിച്ചുപോയവരെ ജീവിപ്പിക്കാം. പരമശിവൻ കുറച്ച് പച്ചിലകൾ കയ്യിലെടുത്തു. എപ്പോൾ താങ്കൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കണമെന്ന് തോന്നുന്നുവോ ആ സമയത്ത് താങ്കൾ ഈ ഇലകളുടെ ചാറ് പിഴിഞ്ഞെടുത്ത് മൃതശരീരത്തിൽ തെളിച്ചാൽ മതി. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം മുൻപത്തേക്കാൾ ശക്തിയാർന്നതും മോജസ്സുള്ളതുമായിരിക്കും. ഈ പച്ചിലകൾ ഒരിക്കലും നശിക്കുകയോ വാടുകയോ ചെയ്യുകയില്ല. സന്യാസി വളരെ സന്തോഷത്തോടെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എന്റെ ഗ്രാമത്തിൽ നിന്ന് മരണമെന്ന ദുഃഖത്തെ അടിയോട് തുടച്ചു മാറ്റും. ഇന്നു മുതൽ അസന്തുഷ്ടമായ ഒരു കുടുംബം പോലും ഉണ്ടാവില്ല. ഞാൻ അറിയാതെ ഗ്രാമത്തിൽ ഇനി ഒന്നും നടക്കില്ല. പെട്ടെന്ന് സന്യാസിക്ക് സംശയങ്ങൾ ഉദിക്കാൻ തുടങ്ങി. ഒരുപക്ഷേ ദേവൻ എന്നെ കളിയാക്കിയതായിരിക്കുമോ? ഇതൊക്കെ വെറും പച്ചിലകളായിരിക്കുമോ? അപ്പോൾ അദ്ദേഹം വഴിയിലൊരു കടുവ ചത്തുകിടക്കുന്നത് കണ്ടു. എന്നാൽ ഈ പച്ചില ഈ മൃഗത്തിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഒട്ടും ആലോചിക്കാതെ മണ്ടനായ സന്യാസി ഉള്ളം കൈയിൽ വെച്ച് ഇലകൾ പിഴിഞ്ഞെടുത്ത് ആ ചാറ് കടുവയുടെ ദേഹത്ത് തെളിച്ചു. അതിന് ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് വിശക്കുന്നു. ഇത് വലിച്ചു, ഇത് പ്രവർത്തിക്കുന്നു. പെട്ടെന്ന് ആ കടുവ ഉച്ചത്തിൽ ഗർജിച്ചു. എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ ചെയ്തത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷേ കടുവ സന്യാസിയുടെ മേൽ ചാടി വീണു. അത് ആ മണ്ടനായ സന്യാസിയുടെ അന്ത്യമായിരുന്നു. തീരെ അന്വേഷിക്കാതെ പ്രവർത്തിച്ചാൽ ആപത്തിൽ കലാശിക്കും. നായയും കഴുതയും. പണ്ട് വാരണാസിയിലെ ഒരു അലക്കുകാരന് സ്വന്തമായി ഒരു കഴുതയും ഒരു നായയും ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ശാന്തമാണല്ലോ. ഇന്ന് ഒരുപാട് അധ്വാനിച്ചു. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം. എന്റെ അയ്യോ, എനിക്കിന്നും അത്താഴം തരാൻ ഇയാൾ മറന്നല്ലോ ദൈവമേ. ഓ കൊള്ളാം, ഇയാള് നല്ല ഉറക്കത്തിലാ. അതുകൊണ്ട് ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ട് ഞാൻ എന്റെ ചാക്ക് നിറയ്ക്കും. ഒരു കള്ളൻ, യജമാനൻ നല്ല ഉറക്കത്തിലും. അത് നായയുടെ അടുത്ത് ചെന്ന്, നോക്ക്, കള്ളൻ യജമാനന്റെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. നീ ചുമ്മാ നിന്നാൽ എങ്ങനെയാ? എന്തിന്? യജമാനൻ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലേ എന്റെ ആവശ്യവും എന്നെ എങ്ങനെ നോക്കണമെന്നും യജമാനന് മനസ്സിലാവൂ. കഴുതയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. നിനക്ക് എങ്ങനെയാണ് യജമാനനോട് ഉണ്ട ചോറിന് നന്ദിയില്ലാതെ പെരുമാറാനാവുന്നത്? എന്നെ അവഗണിച്ചാൽ എനിക്ക് എങ്ങനെ നന്ദി ഉണ്ടാവാനാ? ഇല്ല, ഞാൻ എന്റെ യജമാനനെ ഉണർത്തില്ല. എന്നാൽ കള്ളൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് യജമാനനെ ഉണർത്തണം. ചിറ്റ കഴുത, അത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചുണർത്തുമല്ലോ. അലക്കുകാരൻ ഉണർന്ന് ജനാലയുടെ അരികിൽ ചെന്നു. പക്ഷെ അപ്പോഴേക്കും കള്ളൻ രക്ഷപ്പെട്ടു പോയിരുന്നു. ഈ നശിച്ച കഴുത എന്റെ ഉറക്കം കെടുത്തി. നേരം കെട്ട നേരത്ത് അതിന്റെ ഒരു കരച്ചില് ഒരു പാഠം പഠിപ്പിക്കണം. അയാൾ ഒരു വലിയ വടിയെടുത്ത് അതിനെ പൊതിരെ തല്ലി. കഴുത നിസ്സഹായനായി അടിയും കൊണ്ട് നിന്നു. നായ സഹതാപത്തോടെ കഴുതയെ നോക്കി നിന്നു. നിർഭാഗ്യവശാൽ കള്ളൻ മോഷ്ടിച്ച സാധനങ്ങൾ കൊണ്ട് പമ്പ കടന്നു.
നീ എന്തിനാ ഇത്ര ഉച്ചത്തിൽ ഇവിടെ കിടന്ന് നിലവിളിച്ചെന്ന് പാവം നമ്മുടെ യജമാനുണ്ടോ അറിഞ്ഞു? പാവം കഴുത, നീ നിന്റെ ജോലി നോക്കേണ്ടതിന് പകരം എന്റെ ജോലി നോക്കാൻ പോയിട്ടല്ലേ നിനക്ക് ഈ ദുർവിധി ഉണ്ടായത്. അവരവർ അവരവരുടെ ജോലി മാത്രം നോക്കണം. മണ്ടനായ കുറുക്കൻ. ഒരിക്കൽ 2 മുട്ടനാടുകൾ ഒരു ഇടുങ്ങിയ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. രണ്ടുപേരും വഴിമാറിക്കൊടുത്ത് മുന്നോട്ടു പോകാൻ ഒരുക്കമല്ലായിരുന്നു. രണ്ടുപേരും അടിപിടി കൂടാൻ തുടങ്ങി. ഒടുവിൽ മുട്ടനാടുകളുടെ തലയിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങി. ഒരു കുറുക്കൻ ദൂരെ നിന്നുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനൊരു മണ്ടനായിരുന്നു. അവൻ പറഞ്ഞു, ഇവരുടെ തലയിൽ നിന്ന് വരുന്ന ചോര എനിക്ക് കിട്ടുമല്ലോ. അല്പം കൂടെ കാത്തിരിക്കാം. ഇന്നത്തെ എന്റെ ഭക്ഷണം കുശാലായി. ധാരാളം ചോര കിട്ടും. അവരുടെ വഴക്ക് മൂത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കുറുക്കൻ ഒന്നും ആലോചിക്കാതെ ചോര കുടിക്കാനായി അവരുടെ ഇടയിലേക്ക് ചാടി വീണു. കുറുക്കനെ കണ്ട് മുട്ടനാടുകൾക്ക് അരിശം കലശലായി. അവർക്ക് ദേഷ്യം മൂത്തപ്പോൾ തങ്ങളുടെ കൊമ്പുകൾ കൊണ്ട് കുറുക്കനെ കുത്തി. ഉടനെ തന്നെ ആ കുറുക്കൻ ചത്തുപോയി. പിന്നീട് ആ മുട്ടനാടുകൾ സമനില വീണ്ടെടുത്ത് പരസ്പരം വഴിമാറിക്കൊടുത്ത് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ചിന്തിച്ച് പ്രവർത്തിക്കുക. ഗർവിഷ്ഠയായ തേനീച്ച. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു മനോഹരിയായ തേനീച്ച ജീവിച്ചിരുന്നു. അവൾ സുന്ദരിയായതുകൊണ്ട് ഗർവിഷ്ഠയായിരുന്നു, അഹങ്കാരിയുമായിരുന്നു. ഒരു ദിവസം അവൾ പറന്നു പോകുമ്പോൾ ഒരു ആനക്കുട്ടിയെ കണ്ടു. അവൾ ചെന്ന് അതിന്റെ ചെവിയിലിരുന്നു. ഏയ്, നീ ആരാ? ഞാനാണ് ഏറ്റവും സുന്ദരിയായ തേനീച്ച. നിനക്കെന്നെ അറിയില്ലേ? നിനക്കൊരു വലിയ തടിച്ച ശരീരം ഉണ്ടെങ്കിൽ എനിക്ക് മനോഹരമായ ചിറകുകളുണ്ട്. അതറിയാമോ നിനക്ക്? ഓ, അത് ശരി. നിന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നീ എങ്ങോട്ടാ പോകുന്നേ? ഓ, എവിടെ വേണമെങ്കിലും എനിക്ക് പോവാം. കണ്ടോ, ഈ മനോഹരമായ ചിറകുകൾ വിരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എവിടെ വേണമെങ്കിലും പറക്കാം. നിനക്ക് പറ്റില്ല, പക്ഷെ ഒരു വിധത്തിൽ നമ്മൾ തുല്യരാണ്. കാരണം നിനക്കൊരു തുമ്പിക്കൈ ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയ കൊമ്പുണ്ട്. അതിനും ആനക്കുട്ടി വെറുതെ തലയാട്ടി. പക്ഷേ എനിക്ക് എന്റെ ഈ കൊമ്പ് കൊണ്ട് പൂക്കളിൽ നിന്ന് തേൻ നുകരാൻ സാധിക്കും. പക്ഷെ നിന്റെ തുമ്പിക്കൈ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാനാ നിന്നേക്കാൾ വലിയവൾ. തേനീച്ച ഇങ്ങനെ പറയുമ്പോഴേക്കും ഒരു വലിയ കാറ്റ് ആഞ്ഞടിച്ചു. അത് കൊടുങ്കാറ്റായി മാറി. ഇലകളും ചുള്ളിക്കമ്പുകളും മണ്ണും ചവറും ചുറ്റും പറക്കാൻ തുടങ്ങി. ആ ചെറിയ തേനീച്ചയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവളെയും ആ കൊടുങ്കാറ്റ് പറത്തിക്കൊണ്ടുപോയി. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! ആനക്കുട്ടി സഹായത്തിനെത്തുമ്പോഴേക്കും അവൾ ചവറുകൾക്കിടയിലൂടെ പറന്ന് അപ്രത്യക്ഷയാവുന്നതാണ് കണ്ടത്. ആനക്കുട്ടി അതിന്റെ വലിയ തടിച്ച ശരീരത്തെ താങ്ങി നിർത്തുന്ന 4 കാലുകളും ഗർവമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയവും കൊണ്ട് മെല്ലെ മുന്നോട്ട് നടന്നു. അഹങ്കാരം ആപത്ത് വരുത്തും. കടുവയും യാത്രക്കാരനും. ഒരു ദിവസം വേട്ടയാടാൻ പോലും ശേഷിയില്ലാത്തത്ര വയസ്സായ ഒരു കടുവ ഒരു ചതുപ്പ് നിലത്തിന് സമീപം നടക്കുമ്പോൾ ഒരു സ്വർണവള കണ്ണിൽപ്പെട്ടു. ഇത് കൊള്ളാമല്ലോ, എന്തിനെങ്കിലും ഇത് ഉപകരിക്കും. എനിക്കൊരു ഇര കിട്ടിയിട്ടുണ്ട്, ഇനി അതിനെ പിടിക്കാനായി കാത്തിരിക്കാം. അപ്പോൾ ഒരു യാത്രക്കാരൻ അക്കരെ നടക്കുന്നുണ്ടായിരുന്നു. കടുവ അയാളെ ശ്രദ്ധിച്ചു. മനുഷ്യർക്ക് നല്ല രുചിയാണ്, അവർക്ക് സ്വർണവും ഇഷ്ടമാണ്. ഏയ്, നിങ്ങൾ ഇത് കണ്ടോ? നിങ്ങൾക്ക് ഈ സ്വർണവള വേണോ? എനിക്കിതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. സ്വർണ്ണവളയോ? വേണമെന്നുണ്ട്, പക്ഷെ വേണ്ട. അതിനു വേണ്ടി ജീവൻ പണയം വെക്കാൻ എനിക്ക് വയ്യ. എനിക്ക് സ്വർണ്ണവള വേണമെന്നുണ്ട്, പക്ഷെ നിന്നെ പോലൊരു ദുഷ്ടജന്തുവിനെ എങ്ങനെ വിശ്വസിക്കുക? നിങ്ങൾ എന്നെ സംശയിക്കുന്നത് ശരി തന്നെയാ. ഇത്രയും കാലം ഞാൻ ഒരു ദുഷ്ടനായിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല. ഒരു സന്യാസിയുടെ ഉപദേശം കൊണ്ട് ഞാൻ മാറിയിരിക്കുക. അതുകൊണ്ട് ഇക്കരെ വന്ന് നിങ്ങൾ ഇത് എടുത്തോണ്ട് പോയിക്കോളൂ. ഞാൻ അടുത്തു വന്നാൽ മനുഷ്യരക്തത്തിന്റെ മണം അറിയുമ്പോ നീ സന്യാസിയുടെ ഉപദേശമൊക്കെ മറക്കും. തീർച്ചയായും ഇല്ല.
മാത്രമല്ല എനിക്ക് ഒരുപാട് വയസ്സായില്ലേ. എന്റെ നഖങ്ങൾക്കൊന്നും മൂർച്ചയുമില്ല. അതുകൊണ്ട് പേടിക്കണ്ട. വരൂ, ഈ കുളം കടന്ന് ഇക്കരെ വന്ന് ഇതെടുത്തോളൂ. യാത്രക്കാരന് സ്വർണത്തോടുള്ള ആഗ്രഹം കടുവയോടുള്ള ഭയത്തേക്കാൾ കൂടുതലായിരുന്നു. അവൻ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു. അക്കരെ പോയി അത് എടുത്താലോ? പക്ഷേ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും ആ സമയം അയ്യോ, ഇതൊരു ചെളിക്കുഴിയാണല്ലോ. ഞാൻ കുടുങ്ങി. ആരെങ്കിലും രക്ഷിക്കണേ. ഹോഹോ, നിങ്ങൾ ആ ചെളിക്കുഴി കുടുങ്ങിയോ? സാരമില്ല, അവിടെ നിന്നോളൂ, ഞാൻ അവിടെ വന്ന് സഹായിക്കാം. കടുവ പതുങ്ങി പതുങ്ങി യാത്രക്കാരന്റെ അരികിലെത്തി അയാളെ തിന്നാൻ വേണ്ടി പൊക്കിയെടുത്തു. അയ്യോ, ഞാൻ എന്തൊരു മടയനാ. എന്റെ അത്യാഗ്രഹമായതിനൊക്കെ കാരണം. അത്യാഗ്രഹം പെരും നഷ്ടം. മഠയനായ സന്യാസി മഹാജ്ഞാനിയായ ഗാർഗിയ ഒരിക്കൽ പരമശിവനെ ദർശിക്കാനായി ഘോര തപസ് അനുഷ്ഠിച്ചു. അയാളുടെ ഭക്തിയിൽ പ്രസന്നനായി പരമശിവൻ അയാളുടെ മുന്നിൽ പ്രത്യക്ഷ. അല്ലയോ ശ്രേഷ്ഠനായ ഋഷിവര്യ, താങ്കൾ വരത്തിനർഹനാണ്. ഒരു വരം ചോദിച്ചു കൊള്ളുക. ദേവ, അടിയന് സഞ്ജീവനി വരം തന്നാലും എങ്കിൽ മരിച്ചുപോയവരെ ജീവിപ്പിക്കാം. പരമശിവൻ കുറച്ച് പച്ചിലകൾ കയ്യിലെടുത്തു. എപ്പോൾ താങ്കൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കണമെന്ന് തോന്നുന്നുവോ, ആ സമയത്ത് താങ്കൾ ഈ ഇലകളുടെ ചാറ് പിഴിഞ്ഞെടുത്ത് മൃതശരീരത്തിൽ തെളിച്ചാൽ മതി. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം മുൻപത്തേക്കാൾ ശക്തിയാർന്നതും മോജസ്സുള്ളതുമായിരിക്കും. ഈ പച്ചിലകൾ ഒരിക്കലും നശിക്കുകയോ വാടുകയോ ചെയ്യുകയില്ല. സന്യാസി വളരെ സന്തോഷത്തോടെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എന്റെ ഗ്രാമത്തിൽ നിന്ന് മരണമെന്ന ദുഃഖത്തെ അടിയോട് തുടച്ചു മാറ്റും. ഇന്നു മുതൽ അസന്തുഷ്ടമായ ഒരു കുടുംബം പോലും ഉണ്ടാവില്ല. ഞാൻ അറിയാതെ ഗ്രാമത്തിൽ ഇനി ഒന്നും നടക്കില്ല. പെട്ടെന്ന് സന്യാസിക്ക് സംശയങ്ങൾ ഉദിക്കാൻ തുടങ്ങി. ഒരുപക്ഷേ ദേവൻ എന്നെ കളിയാക്കിയതായിരിക്കുമോ? ഇതൊക്കെ വെറും പച്ചിലകളായിരിക്കുമോ? അപ്പോൾ അദ്ദേഹം വഴിയിലൊരു കടുവ ചത്തുകിടക്കുന്നത് കണ്ടു. എന്നാൽ ഈ പച്ചില ഈ മൃഗത്തിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഒട്ടും ആലോചിക്കാതെ മണ്ടനായ സന്യാസി ഉള്ളം കൈയിൽ വെച്ച് ഇലകൾ പിഴിഞ്ഞെടുത്ത് ആ ചാറ് കടുവയുടെ ദേഹത്ത് തെളിച്ചു. അതിന് ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് വിശക്കുന്നു. ഇത് വലിച്ചു, ഇത് പ്രവർത്തിക്കുന്നു. പെട്ടെന്ന് ആ കടുവ ഉച്ചത്തിൽ ഗർജിച്ചു. എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ ചെയ്തത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷേ കടുവ സന്യാസിയുടെ മേൽ ചാടി വീണു. അത് ആ മണ്ടനായ സന്യാസിയുടെ അന്ത്യമായിരുന്നു. തീരെ അന്വേഷിക്കാതെ പ്രവർത്തിച്ചാൽ ആപത്തിൽ കലാശിക്കും. നായയും കഴുതയും. പണ്ട് പണ്ട് വാരണാസിയിലെ ഒരു അലക്കുകാരന് സ്വന്തമായി ഒരു കഴുതയും ഒരു നായയും ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ശാന്തമാണല്ലോ. ഇന്ന് ഒരുപാട് അധ്വാനിച്ചു. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം. എന്റെ അയ്യോ, എനിക്കിന്നും അത്താഴം തരാൻ ഇയാൾ മറന്നല്ലോ ദൈവമേ. ഓ കൊള്ളാം, ഇയാള് നല്ല ഉറക്കത്തിലാ. അതുകൊണ്ട് ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ട് ഞാൻ എന്റെ ചാക്ക് നിറയ്ക്കും. ഒരു കള്ളൻ, യജമാനൻ നല്ല ഉറക്കത്തിലും. അത് നായയുടെ അടുത്ത് ചെന്ന്, നോക്ക്, കള്ളൻ യജമാനന്റെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. നീ ചുമ്മാ നിന്നാൽ എങ്ങനെയാ? എന്തിന്? യജമാനൻ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലേ എന്റെ ആവശ്യവും എന്നെ എങ്ങനെ നോക്കണമെന്നും യജമാനന് മനസ്സിലാവൂ. കഴുതയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. നിനക്ക് എങ്ങനെയാണ് യജമാനനോട് ഉണ്ട ചോറിന് നന്ദിയില്ലാതെ പെരുമാറാനാവുന്നത്? എന്നെ അവഗണിച്ചാൽ എനിക്ക് എങ്ങനെ നന്ദി ഉണ്ടാവാനാ? ഇല്ല, ഞാൻ എന്റെ യജമാനനെ ഉണർത്തില്ല. എന്നാൽ കള്ളൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് യജമാനനെ ഉണർത്തണം. അത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചുണർത്തുമല്ലോ. അലക്കുകാരൻ ഉണർന്ന് ജനാലയുടെ അരികിൽ ചെന്നു. പക്ഷെ അപ്പോഴേക്കും കള്ളൻ രക്ഷപ്പെട്ടു പോയിരുന്നു. ഈ നശിച്ച കഴുത എന്റെ ഉറക്കം കെടുത്തി. നേരം കെട്ട നേരത്ത് അതിന്റെ ഒരു കരച്ചില് ഒരു പാഠം പഠിപ്പിക്കണം. അയാൾ ഒരു വലിയ വടിയെടുത്ത് അതിനെ പൊതിരെ തല്ലി. കഴുത നിസ്സഹായനായി അടിയും കൊണ്ട് നിന്നു. നായ സഹതാപത്തോടെ കഴുതയെ നോക്കി നിന്നു. നിർഭാഗ്യവശാൽ കള്ളൻ മോഷ്ടിച്ച സാധനങ്ങളും കൊണ്ട് പമ്പ കടന്നു. നീ എന്തിനാ ഇത്ര ഉച്ചതി ഇവിടെ കിടന്ന് നിലവിളിച്ചെന്ന് പാവം നമ്മുടെ യജമാനുണ്ടോ അറിഞ്ഞു? പാവം കഴുത, നീ നിന്റെ ജോലി നോക്കേണ്ടതിന് പകരം എന്റെ ജോലി നോക്കാൻ പോയിട്ടല്ലേ നിനക്ക് ഈ ദുർവിധി ഉണ്ടായത്.
അവരവർ അവരവരുടെ ജോലി മാത്രം നോക്കണം. മണ്ടനായ കുറുക്കൻ. ഒരിക്കൽ 2 മുട്ടനാടുകൾ ഒരു ഇടുങ്ങിയ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. രണ്ടുപേരും വഴിമാറിക്കൊടുത്ത് മുന്നോട്ട് പോകാൻ ഒരുക്കമല്ലായിരുന്നു. രണ്ടുപേരും അടിപിടി കൂടാൻ തുടങ്ങി. ഒടുവിൽ മുട്ടനാടുകളുടെ തലയിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങി. ഒരു കുറുക്കൻ ദൂരെ നിന്നുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനൊരു മണ്ടനായിരുന്നു. അവൻ പറഞ്ഞു, ഇവരുടെ തലയിൽ നിന്ന് വരുന്ന ചോര എനിക്ക് കിട്ടുമല്ലോ. അല്പം കൂടെ കാത്തിരിക്കാം. ഇന്നത്തെ എന്റെ ഭക്ഷണം കുശാലായി. ധാരാളം ചോര കിട്ടും. അവരുടെ വഴക്ക് മൂത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കുറുക്കൻ ഒന്നും ആലോചിക്കാതെ ചോര കുടിക്കാനായി അവരുടെ ഇടയിലേക്ക് ചാടി വീണു. കുറുക്കനെ കണ്ട് മുട്ടനാടുകൾക്ക് അരിശം കലശലായി. അവർക്ക് ദേഷ്യം മൂത്തപ്പോൾ തങ്ങളുടെ കൊമ്പുകൾ കൊണ്ട് കുറുക്കനെ കുത്തി. ഉടനെ തന്നെ ആ കുറുക്കൻ ചത്തുപോയി. പിന്നീട് ആ മുട്ടനാടുകൾ സമനില വീണ്ടെടുത്ത് പരസ്പരം വഴിമാറിക്കൊടുത്ത് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ചിന്തിച്ച് പ്രവർത്തിക്കുക. ഗർവിഷ്ഠയായ തേനീച്ച. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു മനോഹരിയായ തേനീച്ച ജീവിച്ചിരുന്നു. അവൾ സുന്ദരിയായതുകൊണ്ട് ഗർവിഷ്ഠയായിരുന്നു, അഹങ്കാരിയുമായിരുന്നു. ഒരു ദിവസം അവൾ പറന്നു പോകുമ്പോൾ ഒരു ആനക്കുട്ടിയെ കണ്ടു. അവൾ ചെന്ന് അതിന്റെ ചെവിയിലിരുന്നു. ഏയ്, നീ ആരാ? ഞാനാണ് ഏറ്റവും സുന്ദരിയായ തേനീച്ച. നിനക്കെന്നെ അറിയില്ലേ? നിനക്കൊരു വലിയ തടിച്ച ശരീരം ഉണ്ടെങ്കിൽ എനിക്ക് മനോഹരമായ ചിറകുകളുണ്ട്. അതറിയാമോ നിനക്ക്? ഓ, അത് ശരി. നിന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നീ എങ്ങോട്ടാ പോകുന്നേ? ഓ, എവിടെ വേണമെങ്കിലും എനിക്ക് പോവാം. കണ്ടോ, ഈ മനോഹരമായ ചിറകുകൾ വിരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എവിടെ വേണമെങ്കിലും പറക്കാം. നിനക്ക് പറ്റില്ല, പക്ഷെ ഒരു വിധത്തിൽ നമ്മൾ തുല്യരാണ്. കാരണം നിനക്കൊരു തുമ്പിക്കൈ ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയ കൊമ്പുണ്ട്. അതിനും ആനക്കുട്ടി വെറുതെ തലയാട്ടി. പക്ഷേ എനിക്ക് എന്റെ ഈ കൊമ്പ് കൊണ്ട് പൂക്കളിൽ നിന്ന് തേൻ നുകരാൻ സാധിക്കും. പക്ഷെ നിന്റെ തുമ്പിക്കൈ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാനാ നിന്നേക്കാൾ വലിയവൾ. തേനീച്ച ഇങ്ങനെ പറയുമ്പോഴേക്കും ഒരു വലിയ കാറ്റ് ആഞ്ഞടിച്ചു. അത് കൊടുങ്കാറ്റായി മാറി. ഇലകളും ചുള്ളിക്കമ്പുകളും മണ്ണും ചവറും ചുറ്റും പറക്കാൻ തുടങ്ങി. ആ ചെറിയ തേനീച്ചയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവളെയും ആ കൊടുങ്കാറ്റ് പറത്തിക്കൊണ്ടുപോയി. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! ആനക്കുട്ടി സഹായത്തിനെത്തുമ്പോഴേക്കും അവൾ ചവറുകൾക്കിടയിലൂടെ പറന്ന് അപ്രത്യക്ഷയാവുന്നതാണ് കണ്ടത്. ആനക്കുട്ടി അതിന്റെ വലിയ തടിച്ച ശരീരത്തെ താങ്ങി നിർത്തുന്ന 4 കാലുകളും ഗർവമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയവും കൊണ്ട് മെല്ലെ മുന്നോട്ട് നടന്നു. അഹങ്കാരം ആപത്ത് വരുത്തും.